പ്രഭാത വന്ദനങ്ങൾ. ഒരിക്കൽ ഒരു സയൻസ് ക്ലാസ് കോളേജിൽ നടക്കുകയാണ്. പ്രൊഫസറും അവിടെ ഇരിക്കുന്ന ഒരു രക്ഷിക്കപ്പെട്ട സ്റ്റുഡൻറ്റുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. പ്രൊഫസർ ചോദിച്ചു, യു ആർ എ ക്രിസ്ത്യൻ അല്ലേ? നീ രക്ഷിക്കപ്പെട്ട ഒരാളാണെന്നൊക്കെ ചോദിക്കും. ആ മകൻ പറഞ്ഞു, അതെ. അപ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്? പ്രൊഫസറിനടുത്ത് ഈ സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം നല്ലവനാണോ? നല്ലവനാണ്. ദൈവം ഓൾ പവർഫുൾ ആണോ? ഓൾ പവർഫുൾ ആണ്. അപ്പോൾ ഈ പ്രൊഫസർ പറഞ്ഞു, എൻ്റെ ബ്രദർ ക്യാൻസർ വന്നാണ് മരിച്ചത്. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കും ഒരു പ്രയാസം വന്നാൽ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് മറ്റുള്ളവരെ സഹായിക്കാതിരുന്നത് എന്ന് ആ പ്രൊഫസർ ചോദിച്ചു. സ്റ്റുഡൻറ് അല്പസമയം സൈലന്റ് ആയിരുന്നു, ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പ്രൊഫസർ ചോദിച്ചു, കണ്ടോ, നിനക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കഴിഞ്ഞോ? സാത്താൻ നല്ലവനാണോ എന്ന് പ്രൊഫസർ ചോദിച്ചു. ഈ മകൻ പറഞ്ഞു, അല്ല. സാത്താൻ എവിടെ നിന്നാ വന്നത്? ദൈവത്തിൽ നിന്നാ വന്നത്. കറക്റ്റ്, നീ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ ദൈവത്തിൽ നിന്നും ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദുഷ്ടത ചെയ്ത സാത്താൻ വന്നു. അപ്പോൾ ദുഷ്ടത വരുന്നത് ദൈവം കാരണമല്ലേ എന്ന് ഈ പ്രൊഫസർ ചോദിച്ചു. പ്രൊഫസർ അടുത്ത് ചോദിച്ചു, ലോകത്തിൽ രോഗമുണ്ടോ? സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ടോ? അടിപിടി, വഴക്ക് എല്ലാം സംഭവിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ലോകത്തിൽ ആയിരിക്കുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്തത് പ്രൊഫസർ ചോദിച്ചു, നിനക്ക് 5 പഞ്ചേന്ദ്രിയങ്ങളില്ലയോ? നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ സ്പർശിച്ചിട്ടുണ്ടോ? ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ കേട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഈ രക്ഷിക്കപ്പെട്ട മകൻ ആരംഭ കാലഘട്ടമായതുകൊണ്ട് ഉത്തരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പ്രൊഫസർ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇങ്ങനെയാ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ദി എംപിരിക്കൽ ടെസ്റ്റബിൾ ഡെമോൺസ്ട്രേറ്റബിൾ പ്രോട്ടോകോൾ സയൻസ് സേസ് ദാറ്റ് യുവർ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്നിട്ട് ഈ മകനോട് ചോദിച്ചു, നിന്റെ അഭിപ്രായം എന്താ? നീ എന്ത് പറയുന്നു? ഈ മകൻ പറഞ്ഞു, ഞാൻ സയൻസിൻ പ്രകാരമല്ല ഞാൻ ദൈവത്തെ മനസ്സിലാക്കിയത്, ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ആ പ്രൊഫസർ പറഞ്ഞു, ഇതാണ് പ്രശ്നം. സയൻസാണ് നമ്മൾ പഠിക്കേണ്ടത്, പക്ഷെ നമ്മുടെ വിശ്വാസം സയൻസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ രക്ഷിക്കപ്പെട്ട സ്റ്റുഡന്റ് ചോദിച്ചു, പ്രൊഫസർ, ഹീറ്റ്, ചൂട് എന്നുള്ളൊരു വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രൊഫസർ പറഞ്ഞു, യെസ്. പ്രൊഫസർ, കോൾഡ് എന്നൊരു വസ്തുത ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രൊഫസർ പറഞ്ഞു, യെസ്. സ്റ്റുഡന്റ് പറഞ്ഞു, ഇല്ല, കോൾഡ് എന്നൊരു കാര്യം ഇല്ല. നിങ്ങൾക്ക് ചൂടുണ്ടാകാം, അധിക ചൂടുണ്ടാകാം, ഒത്തിരി ചൂടുണ്ടാകാം, സൂപ്പർ ഹീറ്റ്, തീക്ഷ്ണതയുള്ള ചൂടുണ്ടാകാം. ചൂടിന്റെ ആബ്സെൻസ് ആണ് അതിനെ കോൾഡ് ആക്കുന്നത്, കോൾഡ് എന്നൊരു സംഭവം. ഇതുപോലെ അദ്ദേഹം ചോദിച്ചു, ഡാർക്ക്നെസ് ഉണ്ടോ, ഇരുട്ടുണ്ടോ എന്ന് പ്രൊഫസറിനോട് ചോദിച്ചു. ഇരുട്ടില്ല, വെളിച്ചം, വെളിച്ചക്കുറവ്, അല്പ വെളിച്ചം, വെളിച്ചമില്ലായ്മ. വെളിച്ചമില്ലായ്മയാണ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഫസർ ചോദിച്ചു, നീ എന്തുവാ പറഞ്ഞു വരുന്നത്? ഈ സ്റ്റുഡന്റ് പറഞ്ഞു, ദൈവം ഉണ്ട്, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ്, വിശ്വാസക്കുറവാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തത്. യോഹന്നാൻ 11:40 കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ്. ഈ പ്രൊഫസറിന്റെ അനിയന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതല്ല, വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. ഈ ഭൂമിയിൽ യേശു ഉണ്ടായിരുന്നപ്പോൾ തന്നെ കർത്താവ് ചില ഗ്രാമത്തിൽ പോയപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, കർത്താവിന് അവിടെ അടയാളങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല. ചില രോഗികളെ മാത്രം സൗഖ്യമാക്കി ആ ഗ്രാമത്തിലുള്ള ആളുകളുടെ അവിശ്വാസം നിമിത്തം. ഇന്നും പ്രിയരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതല്ല. ദൈവം നമ്മിൽ നിന്നും ദൈവത്തെ അകറ്റിയിരിക്കുന്നത് നമ്മുടെ പാപവും അവിശ്വാസവുമാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം ഏറ്റവും അധികം കേൾക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഇത് രണ്ടും അറിയാവുന്നത് കൊണ്ട് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ അറുപ്പാൻ, മുടിപ്പാൻ, മോഷ്ടിക്കുവാൻ താല്പര്യമുള്ളത് കൊണ്ട്, കൊല്ലുവാൻ താല്പര്യമുള്ളത് കൊണ്ട്, 1, നമ്മളെ പാപത്തിൽ വീഴ്ത്തുവാൻ പ്രലോഭിപ്പിക്കും. 2, വിശ്വാസത്തിൽ നിന്നും അവിശ്വാസത്തിലേക്ക് വീഴുവാൻ നമ്മളെ പ്രലോഭിപ്പിക്കും. പക്ഷെ ഇന്ന് നമുക്ക് വിശ്വസിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? പാപത്തെ ജയിക്കുന്ന ഒരു തലമുറയായി കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ് അതിശയിച്ച് പറഞ്ഞ് വിശ്വാസത്തെ പോലെ വിശ്വാസമുള്ളവരായി തീരാൻ സാധിക്കുമോ? ഇതുകൊണ്ടാണ് കർത്താവ് ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ രണ്ടാമത് തിരികെ ഭൂമിയിൽ വരുമ്പോൾ
വിശ്വാസമുള്ള ആരെങ്കിലുമൊക്കെ കാണുമോ എന്നാ കർത്താവ് ചോദിച്ചത്. അതിന് മറുപടിയായി നമുക്ക് പറയാം, അതെ കർത്താവേ, ഞങ്ങൾ അധികമായിട്ട് വിശ്വസിക്കാൻ പോകുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്താലും വരുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങളിതുപോലെ വീഡിയോ റിലീസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? നിങ്ങളിത് രാവിലെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. മാർത്തയ്ക്കും മറിയയ്ക്കും മരിച്ച 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ജീവനോടുകൂടെ തിരികെ നൽകിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ മാസം അത്ഭുതങ്ങളെ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾ അങ്ങിൽ മാത്രം വിശ്വസിക്കുന്നു. കർത്താവേ, സയൻസ് പ്രകാരമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, എവല്യൂഷൻ തിയറി പ്രകാരമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച കർത്താവായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലതും അവന് വേണ്ടി ഉണ്ടായി, അവൻ മുഖാന്തരമുണ്ടായി, അവനാൽ ഉണ്ടായി എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾ ആ സൃഷ്ടികർത്താവിനെ അധികമായിട്ട് വിശ്വസിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലെ അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ. യേസ്, അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ. അതെ, അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതിന് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. God bless you.